ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിസ്മസ് റിലീസായി ഇന്നലെ ഡിസംബർ 25 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് മികച്ച അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് സർവ്വം മായ. സത്യൻ അന്തിക്കാടിന്റെ മകൻ അഖിൽ സത്യൻ തിരക്കഥ സംവിധാനം ചെയ്ത ഒരു ഹൊറർ ഫാമിലി കോമഡി ഫാന്റസി എന്റർടൈനർ കാറ്റഗറിയിലുള്ള സിനിമയിൽ നിവിൻ പോളി, അജു വർഗീസ്, റിയ ഷിബു, ജനാർദ്ദനൻ, പ്രീതി മുകുന്ദൻ, മധു വാര്യർ എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമയുടെ ആദ്യ ദിവസമായ ഇന്നലെ വ്യാഴാഴ്ചയിലെ കേരള റെസ്റ്റ് ഓഫിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് വളരെ വിശദമായി തന്നെ ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതുപ്രകാരം ഇന്നലെ ഈ സിനിമ കേരളത്തിൽ കളക്ട് ചെയ്തത് 3,50,00,000 രൂപയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് 40 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആദ്യ ദിവസം ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി ഈ സിനിമ നേടിയെടുത്തിരിക്കുന്നത് 3,90,00,000 രൂപയാണ്. സിനിമ വിദേശ കളക്ഷനായി ഇന്നലെ നേടിയെടുത്തത് $4,89,000, അതായത് 4,40,00,000 രൂപ. അങ്ങനെ ഫസ്റ്റ് ഡേ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കളക്ഷനായി സിനിമ നേടിയെടുത്തിരിക്കുന്നത് 8,30,00,000 രൂപയാണ്. ഇനി രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് 4-4.5 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് തന്നെ കേരളത്തിൽ 8 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 10 കോടി റേഞ്ചിലുമാണ്. അങ്ങനെ ആദ്യ 2 ദിവസം കൊണ്ട് തന്നെ ലോകമെമ്പാടുമായി 18 കോടിക്ക് മുകളിലാണ് ഈ സിനിമ കളക്ഷൻ നേടിയെടുത്തിരിക്കുന്നത്. മോഹൻലാൽ നായകനായി നന്ദകിഷോർ തിരക്കഥ സംവിധാനം ചെയ്ത് പാൻ ഇന്ത്യൻ റിലീസായി ഇന്നലെ തിയേറ്ററിലെത്തിയ തെലുങ്ക് സിനിമ ഋഷഭ. സമർജിത്ത് ലങ്കേഷ്, നയൻ സരിക, രാഗിണി ദ്വിവേദി, അജയ്, നേഹ സക്സേന എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമ മോഹൻലാലിന്റെ കരിയറിൽ തന്നെ ഏറ്റവും ദുരന്ത സിനിമയായി മാറിയിരിക്കുകയാണ്. സമീപകാലത്ത് ഡിസംബർ 25 തിയേറ്ററിൽ നിന്ന മോഹൻലാൽ സിനിമകളെല്ലാം തന്നെ വമ്പം ബോംബായി മാറുന്നതിന്റെ തുടർച്ചയായി തന്നെയാണ് ഋഷഭയുടെ പരാജയം ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഇന്നലെ ഈ സിനിമ കേരളത്തിൽ 45 ലക്ഷമാണ് കളക്ട് ചെയ്തതെങ്കിൽ ഇന്ന് കേരളത്തിൽ 10-15 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 55-60 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് ലോകമെമ്പാടുമായി ഈ സിനിമ 1 കോടി റേഞ്ചിൽ മാത്രമാണ് കളക്ട് ചെയ്തിരിക്കുന്നത്. ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ക്രിസ്മസ് റിലീസായി ഡിസംബർ 18 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഭബ്ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ചിത്രത്തിൽ ദിലീപ്, മോഹൻലാൽ, വിനീത് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, ബൈജു, സാൻഡി മാസ്റ്റർ, ബാലു വർഗീസ്, ശരണ്യ പൊൻവണ്ണൻ, സിദ്ധാർത്ഥ് ഭരതൻ, റെഡിംഗ് കിങ്സ്ലി എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 8 ദിവസം കൊണ്ട് കേരളത്തിൽ 23,50,00,000 രൂപയാണ് നേടിയെടുത്തിരുന്നത്. 9ാം ദിവസം എന്ന വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 80 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 24,30,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 9 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 42 കോടിക്ക് മുകളിലുമാണ്. മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗതനായ ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. മമ്മൂട്ടി, വിനായകൻ, ജിബിൻ ഗോപിനാഥ്, അസീസ് നെടുമങ്ങാട്, രജീഷ വിജയൻ, ഗായത്രി അരുൺ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 36,43,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 22ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 17 ലക്ഷം റേഞ്ചിലാണ്. അങ്ങനെ 36,60,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 22 ദിവസത്തെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 82,50,00,000 റേഞ്ചിലുമാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യാദർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. സിനിമ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള 21 ദിവസം കൊണ്ട് കേരളത്തിൽ 5,20,00,000 രൂപ കളക്ട് ചെയ്തിരുന്നു. വേൾഡ് വൈഡ് കളക്ഷനായി ആദ്യ 21 ദിവസം കൊണ്ട് 980 കോടി കളക്ട് ചെയ്ത ഈ സിനിമ 22ാം ദിവസം ഇന്ന് വെള്ളിയാഴ്ചയും 40 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ ബോളിവുഡിന് അടുത്ത ഒരു 1000 കോടി സിനിമ കൂടിയായി മാറിയിരിക്കുകയാണ് ദുരന്തർ. അതേസമയം സിനിമയുടെ രണ്ടാം ഭാഗമായ ദുരന്തർ 2 2026 മാർച്ച് 16 തിയേറ്ററിലെത്തും എന്ന അപ്ഡേറ്റും പുറത്തു വന്നിട്ടുണ്ട്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.